തിരുവനന്തപുരത്ത് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്തു. കോട്ടയ്ക്കകം വാർഡംഗം ശ്രീജ എസ് ആണ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യക്ക് പിന്നിൽ സാമ്പത്തിക ബാധ്യതയെന്നാണ് നിഗമനം. നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? തിരുവനന്തപുരത്ത് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്തു. കോട്ടയ്ക്കകം വാർഡംഗം ശ്രീജ എസ് ആണ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യക്ക് പിന്നിൽ കടുത്ത സാമ്പത്തിക ബാധ്യതയെന്നാണ് നിഗമനം. രാത്രിയാണ് ശ്രീജ ആത്മഹത്യ ചെയ്തത്. കോട്ടയ്ക്കകം വാർഡ് കൗൺസിലറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ആത്മഹത്യക്ക് പിന്നിൽ സാമ്പത്തിക ബാധ്യതകൾ കാരണം എന്ന് സൂചനയാണ് ലഭിക്കുന്നത്. നൃപൻ ചേരുകയാണ്. നൃപൻ, ഏത് പഞ്ചായത്തിലെ അംഗമാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമി, തിരുവനന്തപുരത്ത് ആര്യനാട് പഞ്ചായത്തിലെ കോട്ടയ്ക്കകം വാർഡിലെ അംഗമാണ് ശ്രീജ എസ്. ഇന്ന് പുലർച്ചയോടുകൂടി ആസിഡ് കുടിച്ച് ആത്മഹത്യ ചെയ്ത നിലയിലാണ് ശ്രീജയെ കാണുന്നത്. ഈ മരണത്തിന് കാരണമായി പറയുന്നത് സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യക്ക് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം. മൈക്രോ ഫിനാൻസ് ഇടപാടുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് ഇവർ ലക്ഷക്കണക്കിന് രൂപ നൽകാനുണ്ട് എന്നതാണ്. ഏകദേശം 80 ലക്ഷത്തോളം രൂപ ശ്രീജ പലർക്കായി നൽകാനുണ്ട് എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ബാധ്യത വന്നപ്പോൾ പണം ആവശ്യപ്പെട്ടുകൊണ്ട് പലരും വീട്ടിലെത്തി. കഴിഞ്ഞ ദിവസം LDFന്റെ നേതൃത്വത്തിൽ ഇവർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പിന് എതിരെയുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് നിരവധി പേർ പോലീസിൽ കേസ് നൽകിയിട്ടുണ്ട്. ഇവർക്കെതിരെ പോലീസ് കേസും നിലവിലുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ആരോപണത്തിന് ഇടയിലാണ് ശ്രീജ ഈ ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തത്. ഇതിനു മുമ്പ് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായ ഘട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഉറക്ക ഗുളിക അമിതമായി കഴിച്ച് ഒരു തവണ ഇതിനു മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അന്ന് ചികിത്സ അടിയന്തരമായ ആശുപത്രിയിൽ എത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് രക്ഷപ്പെട്ടത്. ഇതിനുശേഷം വീണ്ടും ഈ സാമ്പത്തിക ബാധ്യത കാരണം ആസിഡ് കുടിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഷമി. നൃപനാണ് വിവരങ്ങൾ നൽകിയത്.